ഹായ് ഗൈസ്, ഹായ് ഫ്രം മോണ്ടനീഗ്രോ. അപ്പോൾ കോട്ടോർ എന്ന് പറഞ്ഞ സിറ്റിയിലാണ് നമ്മളുള്ളത്. അപ്പോൾ ഇത് നമുക്ക് ഒറ്റ ഡേ ഉള്ളൂ, 1.5 ദിവസം ഏകദേശം. ഇന്നലെ വൈകിട്ടാണ് വന്നത്. അപ്പോൾ ഞാൻ വീഡിയോ എടുക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ വില്ലയല്ല, 1 റൂം അപ്പാർട്ട്മെൻ്റ് ആണ്. അതിൻ്റെ ബാൽക്കണിയിലാണ്. ഭയങ്കര ചൂടാണ്, ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയാണ്. അപ്പോൾ ബോട്ട് ടൂർ കഴിഞ്ഞിട്ട് വന്ന് ഇനി നമ്മൾ ഫുള്ള് ഇവിടെ തന്നെ റിലാക്സ് ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. കാരണം നല്ല ഹ്യൂമിഡിറ്റി ഉള്ളൊരു ക്ലൈമറ്റാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാനൊരു ഒരുപാട് നാളായിട്ട് ട്രൈ ചെയ്യണമെന്ന് പറഞ്ഞ് നിന്നൊരു ഡിഷ് ഇപ്പോൾ ഇവിടെ നിന്ന് വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ പേരാണ് ആൽഫ്രെഡോ പാസ്ത. പേര് കേൾക്കുമ്പോൾ പലർക്കും അറിയായിരിക്കും ചിലപ്പോൾ എൻ്റെ ഹിസ്റ്ററി. ഭയങ്കര ക്യൂട്ട് ആൻഡ് റൊമാൻറ്റിക് ആയിട്ടുള്ളൊരു ഹിസ്റ്ററി ഉണ്ട് എൻ്റെ പുറകിൽ. അപ്പോൾ ഇത് ആക്ച്വലി ഒറിജിനേറ്റ് ചെയ്തത് റോമിലാണ്. ശരിക്കും ഈ പേര് പറയുന്ന പോലെ തന്നെ ആൽഫ്രെഡോ എന്ന് പറഞ്ഞ ഒരാൾ, പുള്ളിയുടെ വൈഫ് പ്രഗ്നൻ്റ് ആയിരുന്ന ടൈമിൽ ക്രേവ് ചെയ്തൊരു ഡിഷാണ് ഈ പാസ്ത. അങ്ങനെ പുള്ളിയുടെ ഓൺ റെസിപ്പിയിൽ പർമസൻ ചീസും ബട്ടറൊക്കെ വെച്ച് ഉണ്ടാക്കിയൊരു റെസിപ്പിയാണ് ഇത് വരുന്നത്. അപ്പോൾ ഇത് ഫേമസ് ആയ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഹോളിവുഡിലുള്ള 2 ആക്ടേഴ്സ് ഉണ്ടായിരുന്നു, മേരി ഡൗഗ്ലാസ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള. അവർ രണ്ടുപേരും കൂടി അവരുടെ ഹണിമൂൺ ആഘോഷിക്കാൻ വേണ്ടി പോയപ്പോഴാണ് അവർ ഈ ദേ ഹാപ്പൻ ടു പോപ്പ് ഇൻ ടു ഈ കഫേ. അങ്ങനെ അവർ ട്രൈ ചെയ്തു ഈ ആൽഫ്രെഡോ പാസ്ത. അങ്ങനെ അവർക്കത് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ട് അവർ ബാക്ക് ടു അവർ അമേരിക്ക പോയപ്പോഴത്തേക്ക് ഇത് അവിടെ ഭയങ്കരമായിട്ട് പോപ്പുലാരിറ്റി ഗെയിൻ ചെയ്തു ഈ ഡിഷ്. അങ്ങനെ ഭയങ്കര ക്യൂട്ടായിട്ടുള്ളൊരു സ്റ്റോറിയാണ്. അപ്പോൾ ഞാനത് നമ്മൾക്ക് ടേക്ക് അവേ എടുത്തിട്ടുണ്ടായിരുന്നു. കാരണം ഇവിടെ ചൂടായതുകൊണ്ട് അവിടെ നിന്ന് കഴിച്ചില്ല. അപ്പോൾ അങ്ങനെ ആഗ്രഹിച്ചൊരു ഡിഷ് റോമിൽ പോകാൻ പറ്റിയില്ല. മോണ്ടനീഗ്രോയിൽ ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ്. അപ്പോൾ ട്രൈ നോക്കാം. കൊള്ളാം, ഇച്ചിരി ഡ്രൈ ആണ്, പക്ഷെ നല്ല ഒരു ബട്ടറൊക്കെ ഇട്ടിട്ടുള്ള ക്രീമി സംഭവമാണ്. പക്ഷെ ഭയങ്കര ഡ്രൈ ആയിട്ടാണ് ഇരിക്കുന്നത്.